ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സജൂസ് ടേസ്റ്റ്ലാൻഡ്. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു അടിപൊളി ചിക്കൻ റെസിപ്പിയാണ്, പഞ്ചാബി ചിക്കൻ കറി. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ കറി എങ്ങനെയാണ് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു ചിക്കൻ കറിയാണ്. അതിനായിട്ട് ഞാൻ ആദ്യം ചെയ്യുന്നത്, ഇത് ഒരു ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ്. അത് ഇതുപോലൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കാം. അതിനുശേഷം ഇതുപോലെ ഒരു 3/4 ഗ്ലാസ്സോളം തൈര് എടുത്തിട്ട് അതിലേക്ക് നമ്മൾ പേസ്റ്റാക്കിയ വെളുത്തുള്ളി നന്നായിട്ട് ചേർത്ത് മിക്സ് ചെയ്ത് എടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. തൈരുമായിട്ട് നന്നായിട്ട് മിക്സായി വരണം. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി അതേ ജാറിലേക്ക് തന്നെ കുറച്ച് ഇഞ്ചി, ഇതൊരു വലിയ കഷ്ണം ഇഞ്ചിയുണ്ട്, അത് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതുകൂടി നമുക്ക് ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി എടുത്ത് മാറ്റി വയ്ക്കാം. ഇനി ഇതൊരു മുറി തേങ്ങ ചിരകിയതാണ്. ഒരു 20 കാഷ്യൂനട്ട് കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ആദ്യം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതുപോലെ അരച്ചെടുത്താൽ മതിയാവും. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിന് വേണ്ടുന്ന മസാല കൂടി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് 3 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1.5 ടീസ്പൂണ് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകമൊക്കെ ഇതിലേക്ക് നിർബന്ധമാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്, അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതുപോലെ അരച്ചെടുത്താൽ മതിയാവും. ഇനി നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ട് ഇതുപോലെ ഒരു പാന് സ്റ്റവിൽ വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ചധികം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര അതിലേക്ക് ആഡ് ചെയ്യാം. അതൊന്ന് ജസ്റ്റ് ഒന്ന് കാരമലായി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ പഞ്ചസാരയൊക്കെ ഇതിൽ നിർബന്ധമായിട്ടുള്ള ഒന്നാണ് കേട്ടോ. അപ്പോൾ ഇത് കാരമലായി വന്നിട്ടുണ്ട്, ഇതുപോലെ ആയാൽ മതിയാവും കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 4-5 കഷ്ണം കറുവപ്പട്ട ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 5 ഏലക്കായ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഒരു സവാളയാണ്, അത് നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞതാണ്, അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുത്തത് കാരണം പെട്ടെന്ന് തന്നെ അതിൻ്റെ കളറ് ചേഞ്ചായി വരും, നല്ല ഗോൾഡൻ കളറിലേക്ക് മാറും. നന്നായിട്ട് ഒന്ന് ഫ്രൈ ആയി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തത്. പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഇഞ്ചി പേസ്റ്റ് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇഞ്ചിയുടെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇഞ്ചിയുടെ ആ മണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് 1 ടേബിൾ സ്പൂണ് നെയ്യ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് വെറും നെയ്യിൽ മാത്രമായിട്ടും കുക്ക് ചെയ്യാറുണ്ട്. ഞാൻ അങ്ങനെയല്ല, ഞാനൊരു കുക്കിംഗ് ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നെയ്യ് ഈ 1 ടേബിൾ സ്പൂണോളം നെയ്യ് മാത്രമേ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ. ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച അരപ്പ്, ചെറിയ ജീരകം, സവാള, മുളക് പൊടി, മല്ലിപ്പൊടി, ഇതെല്ലാം ചേർത്ത് നമ്മൾ തയ്യാറാക്കിയ അരപ്പ് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ ഇളക്കാം. അതിൻ്റെ ആ പച്ച മണമൊക്കെ ഒന്ന് മാറുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തൈര് മിശ്രിതം ഉണ്ടല്ലോ, വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയ ആ തൈര് കൂടി കുറച്ച് ചേർത്ത് കൊടുക്കുക ഇപ്പം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കിയിട്ട് ഒന്ന് എണ്ണ തെളിഞ്ഞ് വരാൻ തുടങ്ങുമ്പോൾ കുറച്ചുകൂടി തൈര് ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. വീണ്ടും എണ്ണ തെളിഞ്ഞ് വരാൻ തുടങ്ങും. അപ്പോൾ വീണ്ടും കുറേശ്ശെ തൈര് കൂടി ചേർത്തിട്ട് അങ്ങനെ നമ്മൾ ആ മുഴുവൻ തൈരും അതിലേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം.
ഇപ്പോൾ ഈ ടൈമിൽ നമ്മൾ ഫ്ലെയിം കുറച്ച് വെക്കണം കേട്ടോ. ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കുക, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അടിയിൽ പിടിക്കാതിരിക്കാൻ നോക്കുക. ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മുടെ തൈരൊക്കെ ഒഴിച്ചതിന് ശേഷം ഇത് കണ്ടില്ലേ, ഇപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ലതുപോലെ നമ്മുടെ സവാളയും എല്ലാം നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഒരു ഗ്രേവി ആയി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കൊരു വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതും നല്ലതുപോലെ ഒന്ന് വഴന്ന് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തേങ്ങയും കാഷ്യൂനട്ടും കൂടി അരച്ചത് അതുകൂടി ഇതിലേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇപ്പോഴൊക്കെ നമ്മളിത് മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. അരപ്പ്, നമ്മുടെ മസാലയും അതുപോലെ തന്നെ തേങ്ങയും കാഷ്യൂനട്ടും എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ ചിക്കൻ കൂടി ചേർത്ത് കൊടുക്കാം. ഇത് 1 കിലോ ചിക്കൻ ഉണ്ട്. കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റും മിസ്സായി പോവാതിരിക്കാൻ നോക്കണം. അങ്ങനെ ഇതെല്ലാം ഇതേ രൂപത്തിലേക്ക് തന്നെ ആവുമ്പോഴാണ് നമ്മുടെ ചിക്കൻ കറി പഞ്ചാബി ചിക്കൻ കറി ആയിട്ട് മാറുള്ളൂ. അപ്പോൾ അങ്ങനെ തന്നെ ചെയ്യാം. ഇപ്പോൾ നന്നായിട്ട് ഇതിലുള്ള മസാലയും എല്ലാം നന്നായിട്ട് നമ്മുടെ ചിക്കനിലേക്ക് പൊതിഞ്ഞിരിക്കുന്ന രൂപത്തിലേക്ക് അങ്ങനെ ആവുന്നത് വരെ നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ചധികം സമയം ഇളക്കി കൊടുക്കണം കേട്ടോ. ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. അതിനുശേഷം ഒന്ന് കുറുകി വരുന്ന സമയത്ത്, ഇതുപോലെ ഒന്ന് എണ്ണ തെളിഞ്ഞ് വരുന്ന സമയത്ത് കുറച്ച് വെള്ളം, 1 ഗ്ലാസ് വെള്ളം അത്ര മതിയാവും, അതുകൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുവരെ നമ്മളിതിലേക്ക് ഉപ്പൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഇനി അതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. നമ്മുടെ അരപ്പൊക്കെ നല്ലതുപോലെ മിക്സ് ആവുന്ന രീതിക്ക് ഇളക്കി കൊടുക്കാം. ഇനി ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ. നമ്മൾ ഇതിലേക്ക് ഉപ്പ് ഇനി ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഒന്ന് നോക്കിയിട്ട് വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് കുറച്ച് സമയം, ഒരു 10 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട്, ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കറി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. കുറച്ച് എരിവൊക്കെ കുറഞ്ഞ കറിയാണ്. നമ്മളിതിനെ എരിവിനായിട്ട് വേറൊന്നും ചേർത്തിട്ടില്ല. മല്ലിപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയും മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതും വളരെ കുറച്ച് മാത്രമാണ് ചേർത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ എരിവ് കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി കൂടി ചേർക്കാവുന്നതാണ്. അതായത് നമ്മൾ പച്ചമുളകോ കുരുമുളക് പൊടി, ചിക്കൻ മസാല ഇതൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ, ഈ ടേസ്റ്റിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക, കുറച്ച് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഞ്ചാബി ചിക്കൻ കറി റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക. മാത്രമല്ല നിങ്ങളുടെ കമൻറ്റുകളൊക്കെ അറിയിക്കുക. അപ്പോൾ ഈ ചിക്കൻ കറി നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റോടെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയും നല്ല നല്ല വീഡിയോസുമായിട്ട് നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക് യു. ബൈ.